പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുലയൂട്ടുന്ന സമയത്ത് ഒരു ബ്രസ്റ്റ് 20 മിനിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ബ്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിന് ഹൈൻ മിൽക്ക് ലഭിക്കില്ല, അതായത് കൊഴുപ്പ് കൂടിയിട്ടുള്ള മിൽക്ക് ലഭിക്കില്ല. ഇത് കുഞ്ഞിൻ്റെ ഭാരം കൂടാതിരിക്കാൻ കാരണമാവുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ എന്താണ് ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക്, എങ്ങനെ കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെ മുലയൂട്ടുമ്പോഴാണ് കൂടുതലായിട്ടും കൊഴുപ്പടങ്ങിയ മിൽക്ക് കുഞ്ഞിന് ലഭിക്കുന്നത്, ഈ ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക് ഇംബാലൻസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഐ ആം വിന്ധ്യ, ലാക്ടേഷൻ കൗൺസിലറാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുലയൂട്ടുന്ന അമ്മമാരുടെ ശരീരം ഒരു തരത്തിലുള്ള മിൽക്ക് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതിൽ താരതമ്യേന കുഞ്ഞിനാവശ്യമായിട്ടുള്ള കൊഴുപ്പും മറ്റു പോഷണങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക് എന്നുള്ളത്? ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക് എന്നുള്ളത് രണ്ട് തരം പാലല്ല. അത് മുലയൂട്ടൽ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് മുലപ്പാലിൻ്റെ കട്ടിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ടേമാണ് ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക് എന്നുള്ളത്. മുലയൂട്ടലിൻ്റെ തുടക്കത്തിൽ താരതമ്യേന കൊഴുപ്പ് കുറഞ്ഞ പാലായിരിക്കും വരിക, ഇതിനെ ഫോർ മിൽക്ക് എന്നും, എൻഡിലേക്ക് താരതമ്യേന കൊഴുപ്പ് കൂടിയിട്ടുള്ള പാലാണ് വരുന്നത്, അതിനെ ഫോർ മിൽക്ക് എന്നും പറയുന്നു. അപ്പോൾ ഈ ഫോർ മിൽക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റൊക്കെ ഫീഡ് ചെയ്യേണ്ടതുണ്ടോ? ഫോർ മിൽക്ക് മാറിയിട്ട് ഹൈൻ മിൽക്ക് വരുന്നത് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത് 5 മിനിറ്റ് കൊണ്ടാവാം, ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കാം, ചിലപ്പോൾ 10 മിനിറ്റിൽ കൂടുതൽ എടുക്കാം, ചിലപ്പോൾ അരമണിക്കൂർ എടുക്കാം. അപ്പം ഏതാണ് എക്സാക്ട്ലി ഫോർ മിൽക്ക് മാറിയിട്ട് ഹൈൻ മിൽക്ക് വരുന്ന സമയം എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പോൾ മുലയൂട്ടുന്ന ഒരമ്മ ഇതൊന്നും നോക്കാതെ കുഞ്ഞിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നന്നായിട്ട് മുലയൂട്ടിയാൽ മതിയാകും. നന്നായിട്ട് മുലയൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രസ്റ്റിൽ കുഞ്ഞിനെ ഡീപ്പായിട്ട് ലാച്ച് ചെയ്തിട്ട് ആ ബ്രസ്റ്റ് അത്യാവശ്യം എംപ്റ്റി ആവുന്നവരെ ഫീഡ് ചെയ്യുക, എന്നിട്ട് അടുത്ത ബ്രസ്റ്റും കൂടെ കുഞ്ഞിന് ഓഫർ ചെയ്യുക. ഇങ്ങനെ ഓഫർ ചെയ്യുന്ന സമയത്ത് ഈ ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക് എന്നുള്ള ഇംബാലൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം എംപ്റ്റി ആയി എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, ചില അമ്മമാർക്ക് കട്ടി വ്യത്യാസം ഫീൽ ചെയ്യാം. തുടക്കത്തിൽ നല്ല കട്ടി ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യും, ബേബി കുടിക്കുന്നതിനനുസരിച്ച് കട്ടി കുറഞ്ഞു കുറഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി കട്ടി തോന്നാത്ത അമ്മമാരാണെങ്കിൽ മുലയൂട്ടുമ്പോൾ കുഞ്ഞിൻ്റെ സക്കിങ് ആൻഡ് സ്വാലോയിങ് പാറ്റേൺ ശ്രദ്ധിക്കാം. മുലയൂട്ടലിൻ്റെ തുടക്കത്തിൽ കൂടുതൽ സക്കിങ് ആൻഡ് സ്വാലോയിങ് കാണാൻ പറ്റും. ഫ്രീക്വൻറ്റ് സക്കിങ് ആൻഡ് സ്വാലോയിങ്, സക് സക് പോസ്, സക് സക് പോസ് എന്നുള്ളൊരു ഋതത്തിലായിരിക്കും കുഞ്ഞുങ്ങൾ കുടിക്കുക. ഈ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ സ്വാലോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മുലയൂട്ടൽ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ബ്രസ്റ്റ് എംപ്റ്റി ആവുന്നതിനനുസരിച്ച് സ്വാലോ ചെയ്യുന്നതിൻ്റെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, അതായത് കുഞ്ഞിന് കാര്യമായിട്ട് മിൽക്ക് ട്രാൻസ്ഫർ ആ സമയത്ത് നടക്കാൻ സാധ്യതയില്ല. ആ സമയത്ത് നമുക്ക് ആ ബ്രസ്റ്റിൽ നിന്നും അടുത്ത ബ്രസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ചില സമയത്ത് കുഞ്ഞെന്ത് ചെയ്യും, ബ്രസ്റ്റ് തനിയെ വിടും. ചില സമയത്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോവും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ ബ്രസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് കുഞ്ഞിനെ അടുത്ത ബ്രസ്റ്റിൽ കൊടുക്കാം. പിന്നെ ചില അമ്മമാർ പിങ് പോങ് ടെക്നിക്കും ചെയ്യാറുണ്ട്. അതായത് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരിക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. കുറച്ച് നേരം ഈ ബ്രസ്റ്റ് കൊടുത്ത് കുറച്ച് നേരം അടുത്ത ബ്രസ്റ്റ് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്തും ഈ ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക് ഇംബാലൻസ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം മൾട്ടിപ്പിൾ ടൈം നമ്മൾ ഒരേ ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫീഡിങ് സെഷനിൽ തന്നെ പലതവണ സെയിം ബ്രസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്തും ഈ ഫോർ മിൽക്ക്, ഹൈൻ മിൽക്ക് ഇംബാലൻസ് വരാനുള്ള സാധ്യത കുറവാണ്. ഇനി എല്ലാവരുടെയും മനസ്സിൽ വരുന്ന മറ്റൊരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് മുലയൂട്ടലിൻ്റെ തുടക്കത്തിൽ കൊഴുപ്പ് കുറഞ്ഞ മിൽക്കും അവസാനത്തേക്ക് കൊഴുപ്പ് കൂടിയിട്ടുള്ള മിൽക്കും വരുന്നത്? അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരമ്മയുടെ ശരീരത്തിൽ പാൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകൾ പരസ്പരം കൂടിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ കൊഴുപ്പുകൾ പോയിട്ട് ആൽവിയോളയുടെ ഭിത്തികളിൽ പോയിട്ടടിയും. ആൽവിയോള എന്ന് പറയുന്നത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്, ബ്രസ്റ്റിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ഈ ആൽവിയോളയുടെ ഭിത്തികളിലും കൊഴുപ്പ് പോയിട്ട് അടിയും. ഇങ്ങനെ ആവുന്ന സമയത്ത്, കൊഴുപ്പടിയുന്ന സമയത്ത് മുലയൂട്ടലിൻ്റെ തുടക്കത്തിൽ കൊഴുപ്പ് കുറഞ്ഞ പാല് വേഗത്തിൽ കിട്ടുകയും മുലയൂട്ടൽ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് കൊഴുപ്പ് കൂടി, അതായത് കൊഴുപ്പ് ഇളകി പാലിൽ മിക്സായിട്ട് കൊഴുപ്പ് കൂടിയിട്ടുള്ള മിൽക്കും ലഭിക്കും. അങ്ങനെയാണ് തുടക്കത്തിൽ കൊഴുപ്പ് കുറഞ്ഞ പാലും അവസാനത്തിലേക്ക് കൊഴുപ്പ് കൂടിയ പാലും ഉണ്ടാകുന്നത്. കൂടാതെ ഒരമ്മ മുലയൂട്ടുന്നതിൻ്റെ ഇടയിലുണ്ടാകുന്ന ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഒരു മുലയൂട്ടൽ ഇപ്പോൾ കഴിഞ്ഞ് അടുത്ത മുലയൂട്ടൽ 2-3 മണിക്കൂറിന് ശേഷമാണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഈ ഗ്യാപ്പിനുള്ളിൽ കൂടുതൽ കൊഴുപ്പ് എന്ത് ചെയ്യും, പരസ്പരം കൂടിച്ചേരുകയും ആൽവിയോളയുടെ ഭിത്തിയിൽ പോയി അടിയുകയും ചെയ്യും. ഈ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ചും ഈ കൊഴുപ്പ്, അതായത് ഫോർ മിൽക്ക്, ഹൈൻ മിൽക്കിൻ്റെ വ്യത്യാസം ഉണ്ടാവാം.
അപ്പം നമ്മളൊരു മുലയൂട്ടുന്ന അമ്മയുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫീഡിലും ഈ കൊഴുപ്പിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. രാവിലെ ഉണ്ടാവുന്ന പാലിലുള്ള കൊഴുപ്പായിരിക്കില്ല ഉച്ചയ്ക്ക് ഉണ്ടാവുന്ന പാലിലെ കൊഴുപ്പ്, രാത്രി ഉണ്ടാവുന്ന പാലിലെ കൊഴുപ്പ്. ഈ ഓരോ ഫീഡിങ് സെഷനിലും ഈ കൊഴുപ്പിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമ്മൾ നല്ല ഗ്യാപ്പ്, ഇപ്പോൾ രാത്രി നന്നായിട്ട് ഉറങ്ങി നല്ല ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് രാവിലെ ഫീഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറച്ചും കൂടെ കുറവായിരിക്കും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിന് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡിങ് ഇനീഷ്യേറ്റ് ചെയ്യും. കുഞ്ഞ് ഫസ്സി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകും. ആ സമയത്ത് തുടക്കത്തിൽ തന്നെ താരതമ്യേന കൊഴുപ്പ് കൂടിയ മിൽക്കായിരിക്കും കുഞ്ഞിന് ലഭിക്കുക. അതായത് ഒരു ഫീഡിങ് കഴിഞ്ഞ് അടുത്ത ഫീഡിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വളരെ കുറവാണ്. അങ്ങനെ ഗ്യാപ്പ് കുറയുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ താരതമ്യേന ഫാറ്റ് കൂടിയിട്ടുള്ള മിൽക്കായിരിക്കും ലഭിക്കുക. അപ്പം ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ഫാറ്റ് കുറവുള്ള മിൽക്കാണ് ലഭിക്കുക. അപ്പം എംറ്റി ആവുന്നതിനനുസരിച്ച് ഫാറ്റ് കൂടുതലുള്ള മിൽക്ക് ലഭിക്കും. ഇതാണ് ഈ ഫോം മിൽക്ക്, ഹൈൻ മിൽക്ക് എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഫീഡിങ്ങിനിടയിൽ വരാനുള്ള കാരണം. ഇനി എങ്ങനെയാണ് ഫോം മിൽക്ക്, ഹൈൻ മിൽക്ക് ഇംബാലൻസ് ഉണ്ടാവുന്നത്? ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നോക്കാം. ഫോം മിൽക്ക്, ഹൈ മിൽക്ക് ഇംബാലൻസ് ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. രണ്ട് ഫീഡിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൂടുന്ന സമയത്ത് ഫോം മിൽക്ക്, ഹൈ മിൽക്ക് ഇംബാലൻസ് ഉണ്ടാവാം. രണ്ടാമത് നമ്മൾ ഷാലോ ലാച്ച് ചെയ്തിട്ടാണ് കുഞ്ഞിനെ മുലയൂട്ടുന്നതെങ്കിൽ ഫോം മിൽക്ക്, ഹൈ മിൽക്ക് ഇംബാലൻസ് ഉണ്ടാവാം. കാരണം നിപ്പിൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ബ്രസ്റ്റ് എംറ്റി ആക്കാൻ സാധിക്കില്ല കുഞ്ഞിന്. അങ്ങനെ വരുന്ന സമയത്ത് താരതമ്യേന കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പാലായിരിക്കും കുഞ്ഞിന് ലഭിക്കുക. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ടങ് ടൈ, ലിപ് ടൈ ഉണ്ടാവാം, മറ്റ് ഓറൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള സമയങ്ങളിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ബ്രസ്റ്റ് എംറ്റി ആക്കാൻ സാധിക്കില്ല. അപ്പോഴും ഈ ഫോം മിൽക്ക്, ഹൈൻ മിൽക്ക് ഇംബാലൻസ് ഉണ്ടാവും. അതായത് താരതമ്യേന കൊഴുപ്പ് കുറഞ്ഞ പാലായിരിക്കും കുഞ്ഞെടുക്കുക. പിന്നെ ഫോം മിൽക്ക്, ഹൈൻ മിൽക്ക് ഇംബാലൻസ് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അപ്പോഴും ഈ ഫോം മിൽക്ക്, ഹൈൻ മിൽക്ക് ഇംബാലൻസ് ഉണ്ടാവാം. ഈ ഫോം മിൽക്ക്, ഹൈ മിൽക്ക് ഇംബാലൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ പൂപ്പിൽ നന്നായിട്ട് പതപതയായിട്ട് കാണപ്പെടുകയും ഗ്രീൻ കളറിലുള്ള പൂപ്പായിരിക്കും ഉണ്ടാവുക. കൂടാതെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ വളരെ കുറവായിരിക്കും. ഫോം മിൽക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യാനുസരണം മൂത്രമൊക്കെ പോകുന്നുണ്ടാവും, പക്ഷേ വെയിറ്റ് ഗെയിൻ വളരെ സ്ലോ ആയിരിക്കും. വെയിറ്റ് ഗെയിൻ കുറവായിരിക്കും. നമ്മൾ വിചാരിച്ച രീതിയിൽ വെയിറ്റ് വെക്കില്ല. പിന്നെയുള്ള ഒരു ലക്ഷണം എന്ന് വെച്ചാൽ കുഞ്ഞിന് വല്ലാതെ ഫസിനെസ് കാണിക്കുക, ഗ്യാസ് ഉണ്ടാവുക, അതിനൊക്കെയുള്ള സാധ്യത കൂടുതലായിരിക്കും ഫോം മിൽക്ക്, ഹൈ മിൽക്ക് ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ താരതമ്യേന കൊഴുപ്പ് കൂടിയിട്ടുള്ള മിൽക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. കുഞ്ഞിനെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. നന്നായിട്ട് ഡീപ്പ് ലാച്ച് ഉറപ്പാക്കിയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രസ്റ്റിൽ നന്നായിട്ട് ഫീഡ് ചെയ്ത് എംറ്റി ആവുന്നവരെ കൊടുത്തതിന് ശേഷം അടുത്ത ബ്രസ്റ്റ് സ്വിച്ച് ചെയ്തിട്ട് ആ ബ്രസ്റ്റും നന്നായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ കുഞ്ഞിൻ്റെ യൂറിൻ, പൂപ്പ് കൗണ്ട് നോക്കുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞ് പ്രോപ്പറായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നുള്ളതും ഉറപ്പാക്കുക. പിന്നെ കുഞ്ഞിൻ്റെ പൂപ്പിൻ്റെ കളറൊക്കെ ചെക്ക് ചെയ്യുക. ഇതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല, ബേബി വെല്ലായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഫോം മിൽക്ക്, ഹൈൻ മിൽക്ക് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി തുടർന്നും ചാനൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.